ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ളോഗ്സ്. എൻ്റെ പേര് അപർണ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? മുട്ട റോസ്റ്റാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മസാലപ്പൊടികൾ ഒരുപാട് അങ്ങോട്ട് കൂടാൻ പാടില്ല, ഒരളവിൽ മാത്രം ചേർത്താൽ മതിയാകും. ഈ ഒരു 2 കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോഴിമുട്ടയൊന്ന് വരയിട്ടിട്ട് ഇതൊന്ന് മസാല പുരട്ടി എടുത്ത് വെക്കണം. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാകും. അപ്പം ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ആ കോഴിമുട്ട ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നേരത്തെ മുട്ട റോസ്റ്റ് ചെയ്തെടുത്ത ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. മുട്ട റോസ്റ്റ് മാത്രമല്ല, നമ്മൾ എന്ത് കറികളായാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. അപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി വരട്ടെ. പെരിഞ്ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം, പക്ഷേ ചില ആളുകൾക്ക് പെരിഞ്ജീരകം കടിക്കുന്നതൊന്നും കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടുമ്പോഴാണ് നമ്മൾ മുട്ട റോസ്റ്റിന് കൂടുതൽ രുചി കൂട്ടുന്നത്. അപ്പോൾ ഈ ഉള്ളി കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. പിന്നൊരു കാര്യം, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊന്നും അളവ് കൂടാൻ പാടില്ല. ഞാനിപ്പോൾ എടുത്ത ആ ഒരു അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിലധികം ആകുമ്പോൾ ഓവറായിട്ട് ആ ഒരു ടേസ്റ്റ് കൂടുതൽ മുന്നിട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഈ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇതേപോലെ തന്നെ ടൈം എടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചൂട് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി നേർമയിൽ അരിഞ്ഞെടുത്തതാണ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചൂടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്നത് വരെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം.
ഇതിനി ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ജ്യൂസൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മിനിറ്റ് ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 2 തക്കാളിയാണ് ഈ റോസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പുളിയൊന്നുമില്ല. ഈ റോസ്റ്റിന് അത്ര വലിയ പുളി അങ്ങനെ മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല. കറക്റ്റായിരിക്കും. 2 ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പുളി അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ റോസ്റ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആ കുരുമുളകൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോഴിമുട്ട മുറിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് തന്നെയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പം ഇത് നൈസ് പത്രീൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.